ഹായ് ഹലോ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നാ രാവിലെ തന്നെ ഇതാട്ടോ സാമ്പാറാണ് ഇന്ന് പരിപാടി. സാമ്പാർ വെച്ചപ്പോൾ ദോശയാണ് ഒഴിക്കുന്നത്. അന്നേരം സാമ്പാറിന് തേങ്ങ കഷ്ണങ്ങളൊക്കെ ഇതാ ഇവിടെ വിസിലടിച്ച് കഴിഞ്ഞു. അന്നേരം നമ്മളെ തേങ്ങ വറുത്തരച്ചിട്ടാണ് സാമ്പാർ വയ്ക്കുന്നത്. സാമ്പാറിന് വേണ്ടി തേങ്ങ ചിരവാണ് കേട്ടോ. നമുക്ക് മറ്റേ ചിരവ് കൊണ്ട് ചിരകി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അത് നമ്മൾ കയ്യിൽ ചേർന്നിങ്ങനെയാണ് എനിക്ക് പിന്നെയും കൂടുതൽ ഫാസ്റ്റിൽ തോന്നുന്നത്. ഇവിടെ അമ്മയൊക്കെ മറ്റേ ഇരുന്ന് ചിരവില്ലേ അങ്ങനത്തെ ചിരവേലാണ് കേട്ടോ ചിരവ. അതിൻ്റെ ഇടയ്ക്ക് അടുപ്പ് കത്തിക്കണം, അങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരികയാണ് കേട്ടോ. അതാണ് പെട്ടെന്ന് അടുപ്പിൽ ചോറ് വേകുന്നുണ്ട്. നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ വയ്ക്കും. നമുക്ക് രാവിലെ ചോറായിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളാ ചോറ് അടുപ്പിലാണ് വെക്കാറ്. അങ്ങനെ ചോറിൻ്റെ പരിപാടി അവിടെ അരിയിട്ടിട്ടാണ് കേട്ടോ നമ്മളെ സാമ്പാറിൻ്റെ പരിപാടി. രണ്ടും ഒരുമിച്ച് അങ്ങ് നടന്നോളൂല്ലോ. പിന്നെ നമുക്ക് തോരൻ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് ഉച്ചത്തേക്കും ആയി. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉപകാരമുണ്ട്, നമുക്ക് ഉച്ചത്തേക്ക് വേറെ കറി വെക്കണ്ട. സാമ്പാറാകുമ്പം ചോറിൻ്റെ കൂടെയും കൂട്ടാം, രാവിലത്തെ കടീൻ്റെ കൂടെയും കൂട്ടാം. അങ്ങനെ എല്ലാ പരിപാടിയാണ്. അന്നേരം ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ സാമ്പാറിന് വേണ്ടി ഒരു മുറി തേങ്ങ തന്നെ ചിരകണം കേട്ടോ. നമുക്കിവിടെ 1 കിലോ സാമ്പാർ കഷ്ണം കൊണ്ടുവന്ന് നമ്മൾ ഒരു മുറി തേങ്ങയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മളെ പരിപാടി. അങ്ങനെ ഇതാ നമ്മളെ തേങ്ങയൊക്കെ ഇവിടെ ചിരവി റെഡിയാക്കുന്നുണ്ട്. ഇനിയൊക്കെ ഒന്ന് വറുക്കണം. അന്നത്തേക്ക് വിസിലടിച്ച് കഴിയും. അന്നേരം നമ്മളെ വെണ്ടയ്ക്കയും തക്കാളിയും നമ്മൾ വഴറ്റിയിട്ടാണ് കേട്ടോ ഇടുക. അന്നേരം ഇത് ചിരകി പണ്ടാരം കൈ വേദന എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചിരകുന്നത്. ഇത് കുറേ ഇടുന്ന തോന്നുന്നു. ചിരകി മടുത്ത് നമ്മൾ മാറ്റി വെച്ചട്ടോ. മതി, തൽക്കാലം ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് അത്ര ഏകദേശം ഉണ്ടല്ലോ. അങ്ങനെ അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. രാവിലെ നമ്മൾ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും മേശപ്പുറം അടിപൊളിയായിരിക്കും. ആ പാത്രങ്ങളൊക്കെ നിറഞ്ഞ് ഭയങ്കര കഷ്ടത്തിലായിരിക്കും കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഇവിടെ വീണ് കഴിഞ്ഞാൽ അപ്പം വരും മറ്റേ ഉറുമ്പുകൾ. നമ്മൾ ഉറുമ്പുകൾ വരുമ്പോഴത്തേക്കും എല്ലാത്തിനെയും അടിച്ച് തുടച്ച് വൃത്തിയാക്കണം. അങ്ങനെ നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി നമ്മളിവിടെ മാറ്റി വെച്ചിന് കേട്ടോ. അതിന് നമ്മൾ വഴറ്റിയിട്ടാണ് ഇടുക. സാമ്പാറിൽ മുങ്ങിത്തപ്പിയാലും വെണ്ടയ്ക്കയും തക്കാളിയും കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ, കുഴഞ്ഞു പോയി കളയും. അതുകൊണ്ട് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും വഴറ്റിയിട്ടാണ് കേട്ടോ ഇടുക. അങ്ങനെ നമ്മൾ സാമ്പാർ നമ്മൾ ഫുള്ള് ഇടുന്നില്ല, നമ്മൾ ആദ്യമേ ഇട്ടതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇടാത്ത ചെറിങ്ങനെ ലോങ്ങായിട്ട് ഇടുന്നു കേട്ടോ. അങ്ങനെ ഇത് വഴറ്റാൻ അവിടെ അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ചങ്ങ് തേങ്ങ വറുത്തരിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇത് മുട്ടിയ വഴറ്റിയെടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ ഇവിടെ അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പെട്ടെന്ന് ഇത് നമ്മൾ കുക്കർ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസിൽ പെട്ടെന്ന് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, വേഗം പരിപാടിയൊക്കെ അങ്ങ് തീർന്നു കിട്ടും. ഇവർ സ്കൂളിൽ പോകാൻ നേരത്താണെങ്കിൽ സാമ്പാർ വെച്ചാൽ അന്നത്തെ ദിവസം പണി തീരത്താ പോലെയാണ്. സാമ്പാർ വെക്കാൻ പോയാലാണ് പ്രശ്നം. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പണി തീരത്തേയില്ല. നേരം പോവുകയും ചെയ്യും, പണിയിട്ട് കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ വൈകുന്നേരം വരെ പണിയെടുത്താലും തീരില്ല. അല്ലേലേ വീട്ടുപണി നമ്മൾ എടുത്താലേ തീരത്തില്ല. അങ്ങനെ നമ്മൾ മാവ് എന്തായി നോക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ അരച്ച് വെച്ചാണേ. ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ചൊന്ന് പൊതിയിട്ടുള്ളൂ കേട്ടോ, നല്ലോണം പൊതുന്നൊന്നുമില്ല. ഇഡ്ഡലിക്ക് അരച്ച് വെച്ചാലും ദോശക്കേ പൊന്തത്തുള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ ചൂടുവെള്ളത്തിൽ വെക്കാനും മറന്നുപോയി. അന്നേരം ശരി സാരമില്ല, നമുക്ക് ദോശ ഇടണമല്ലേ, അങ്ങനെ പറഞ്ഞ് ദോശയ്ക്ക് അങ്ങനെ ഇതൊക്കെ വഴറ്റിയിട്ടുണ്ട് കേട്ടോ. വഴറ്റിയത് കാണിച്ചിട്ടില്ല, ഞാൻ സാമ്പാർ മുൻപേ ഇട്ടതുകൊണ്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാത്തത്. അങ്ങനെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദോശ ഇവിടെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറും ദോശ അല്ലെങ്കിൽ സാമ്പാറും ഇഡ്ഡലി അതൊക്കെയല്ല നല്ല കോമ്പിനേഷൻ. ദോശയൊക്കെ അവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൂട്ടന് രാവിലെ തന്നെ എൻ്റെ പുറകെ എണീച്ച് വരും. അവൻ പല്ലേച്ച് കഴിഞ്ഞാൽ എന്തേലൊക്കെ കഴിക്കണം കേട്ടോ.
അന്നേരം ചില സമയം മുട്ട കഴിക്കും, ചില സമയം എന്തെങ്കിലും ബേക്കറിയോ കേക്കോ അങ്ങനെ എന്തെങ്കിലും വേണം. അവന് രാവിലെ പല്ല് തേക്കണം പെട്ടെന്ന് എണിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഇവിടെ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളെ മുറ്റാകെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്തിട്ടും മഴവെള്ളമൊക്കെ വീണ് ആകെ കുളമായി. അങ്ങനെ മൂപ്പരുണ്ടാക്കി ഇന്ന് പ്രാവശ്യം നമ്മൾ കോൺക്രീറ്റിന് പകരം മണ്ണിട്ടിട്ടാണ് കേട്ടോ മുറ്റം മിനുക്കിയെടുക്കുന്നത്. ചില മുറ്റങ്ങളൊക്കെ കണ്ടിട്ടില്ല, അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് നമുക്ക് വണ്ടി നിർത്തുന്നതോടൊക്കെ ഈ കുഞ്ഞൂട്ടം കൊള്ളിയിട്ട് കുത്തി ഇളക്കി കോൺക്രീറ്റിനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി ഭാഗമൊക്കെ ഉള്ളൂ. പിന്നെ പുറത്തേന് അടിയിൽ വെള്ളം വന്ന് കുത്തുന്നതുകൊണ്ട് ഇതൊന്നും ഇവിടെ നിൽക്കത്തില്ല, ഇങ്ങനെ വിണ്ട് കീറി വരികയാണ്. അന്നേരം ആകെ വൃത്തികേടായിട്ടുണ്ട്. അന്നേരം രാവിലെ തന്നെ ചായയും കുടിക്കാനായിട്ട് തുടങ്ങിയേക്കാണ്. മണ്ണും കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇതെല്ലാം കഴിയുള്ളൂ, ഞങ്ങളും ചെയ്താൽ കഴിയുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, വീഡിയോ എടുക്കുകയാണോ, ഇവിടെ എവിടെ തിരിഞ്ഞാലും ക്യാമറയാണെന്നാണ് പറയല് കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ വൃത്തിയാക്കുകയാണ്. അവിടെ വണ്ടി നിർത്തുന്ന സ്ഥലമാണ് കേട്ടോ. വണ്ടീൻ്റെ അടിയിൽ കൂടെ പോയിട്ടാണ് ഈ തോണ്ടിയെടുക്കുന്നത്. ആ കോൺക്രീറ്റ് ഇങ്ങനെ അടർത്തിയെടുക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ ഒരു പീസായിട്ട് കിട്ടും. അങ്ങനെ കുഞ്ഞൂട്ടൻ്റെ പരിപാടിയാണ് ഇപ്പം. അങ്ങനെ ഇതാ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുറ്റം വൃത്തിയാക്കുകയാണ് കേട്ടോ. നമ്മൾ പിന്നെ മേലെ ഫുൾ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. മഴ കാരണം മഴ നമുക്കിവിടെ ഈ വെള്ളം വീണ് കഴിഞ്ഞാൽ മുറ്റം ഉണ്ടാവില്ല. ആകെപ്പാടുള്ള മുറ്റമാണ് കേട്ടോ ഇത് അങ്ങ് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മുറ്റം ഉണ്ടാവില്ല, നടന്നു പോകാൻ വഴി എന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തില്ല കേട്ടോ. നമുക്ക് ആകെയുള്ള മുറ്റമാണ്. അന്നേരം അതിനെ വൃത്തിയാക്കാൻ വേണ്ടി മൂപ്പരുതാ രാവിലെ തന്നെ ചായ വരെ കുടിച്ചിട്ടില്ല. ഇന്ന് ലീവായിരുന്നു കേട്ടോ. അന്നേരം രാവിലത്തെ പരിപാടിയാണിത്. രാവിലെ ഉച്ച വരെ കഴിഞ്ഞിട്ടോ, 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് തീർന്നെടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അതുവരെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി. മൂപ്പർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒരു പണി എടുത്തു കഴിഞ്ഞാൽ ചായ കുടിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ആ പണി ഫിനിഷ് ആക്കും വരെ വേറെ ഒന്നും കഴിക്കത്തില്ല. രാവിലെ ഒറ്റൊരു തോന്നലാണ്, ആ തോന്നലിൽ ആ പണി അങ്ങ് തീരണം. അങ്ങനെ ഇതാ അവിടുത്തെ മണ്ണെല്ലാം കുഴച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ വൃത്തിയാക്കണം. എന്നോട് ചെയ്യണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് വീട്ടിനുള്ളിൽ നിറയെ പണികളുണ്ട്, ഞാൻ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ പുറകെ ഇറങ്ങി വരും കുഞ്ഞൂട്ടൻ. അന്നേരം കുഞ്ഞൂട്ടൻ്റെ നോക്കലും മണ്ണിൽ കളിക്കലൊക്കെ ആയിരിക്കും. നമ്മൾ പിന്നെ മണ്ണിലൊന്നും കളിക്കാൻ വിടലില്ല. അങ്ങനെ നമുക്കൊരു എന്തോ ഒരു പേടിയാണ് കേട്ടോ. നമ്മൾ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ മുറ്റത്ത് അങ്ങനെ ഞങ്ങൾ കളിക്കാൻ വിടലേ ഇല്ല. ഇവിടെ ആരും അങ്ങനെ കളിച്ചിട്ടില്ല കേട്ടോ മണ്ണിലൊന്നും. നമുക്കെന്തോ ഒരു പേടി, മണ്ണിൽ ചൊറിയും അതൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ട് ആരും കളിക്കാൻ പറ്റില്ല. എല്ലാവരും പറയും കളിക്കാൻ വിടണം എന്നൊക്കെ. നമുക്ക് ഈ മുറ്റമൊക്കെ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നമുക്കൊരു ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം മണ്ണിൽ കുളിച്ച് എന്താ പറയുക, ഫുൾ അലക്കിയാൽ പോലും വെളുക്കാത്ത വിധത്തിലായിരിക്കും കുപ്പായങ്ങളൊക്കെ കേട്ടോ. ഇവർക്ക് തന്നെ വേണം സോപ്പ് വെളുക്കാൻ. ഇത് അലക്കി മനുഷ്യൻ്റെ കുപ്പാസിറ്റി വരും. നമ്മളെ നാടൻ ഭാഷയാണ്, ആരും തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനെ ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുകയാണ് കേട്ടോ. നല്ല കുഴച്ച് വൃത്തിയാക്കണതൊക്കെ വീഡിയോ എടുക്കുക കണ്ടിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നത്. അന്നേരം വീഡിയോ എടുക്കുകയാണോ എന്നുള്ള വിശ്വാസം എല്ലാവരും ഇതില്ല കേട്ടോ. അന്നേരം മൂപ്പരാൻ്റെ ചീത്തി പറയുന്നിട്ടേ, എനിക്കെല്ലാം വീഡിയോ ആണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും വീട്ടിൻ്റെ ഉള്ളിൽ ക്യാമറയാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ, അല്ലാണ്ട് സീരിയസ് ആയിട്ടല്ല. അങ്ങനെ ഇവിടെയൊക്കെ നന്നായി കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് അടിപൊളി ആക്കി എടുത്തിട്ടുണ്ട് ഒരു വിധത്തിൽ. അമ്മയാണെങ്കിൽ ചാണകമൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കുവാനും. നമുക്ക് പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് എടുക്കണം. ഇപ്പം പണ്ടത്തെ പോലെ ചാണകം മെഴുകിയ മുറ്റങ്ങളൊക്കെ കാണാനില്ല. നമ്മളും കോൺക്രീറ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. ഇപ്പോൾ പിന്നെ ആകപ്പാടെ ഒരു വൃത്തികേട്. ഇതാണ്ടോ നമ്മളെ ഇത്രയും ഭാഗം നന്നായി വൃത്തിയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ ഒന്നും അല്ലേ, നല്ല വൃത്തിയിലുണ്ട്. ഇനി ഇത് ഏറ്റവും ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അടർന്നു വരുമല്ലോ, അപ്പത്തേക്ക് കുഞ്ഞൂട്ടൻ തോണ്ടിയെടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകുമോ എന്നൊരു തോന്നലില്ലായില്ല കേട്ടോ.
നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരെ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.